റീത്തയെ കെണിയിൽ കുടുക്കി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, റീത്ത സത്യം പറഞ്ഞാൽ ചെയ്യുന്ന ചതികളൊക്കെ എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ ഔതക്കുട്ടിക്ക്, കൂടാതെ തന്നെയാണെങ്കിൽ സ്റ്റാലിക്ക്, പിന്നെയാണെങ്കിൽ ഇപ്പോൾ അതാ അലീനയ്ക്കും അറിയാമെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത അലീനയിൽ നിന്നും സ്റ്റാലിനെ മാറ്റാനും, കൂടാതെ തന്നെയാണെങ്കിൽ സ്വർണവും സ്വത്തും പണവുമൊക്കെ കൈക്കലാക്കാനും ശ്രമിക്കുകയാണ്. വലിയ സഭ തന്നെ തുടങ്ങാനായിട്ട്, അതായത് അലീനയെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമരം തന്നെ കൊണ്ടുവരാനായിട്ട്, വലിയ പ്രക്ഷോഭം തന്നെ നടത്താനായിട്ട് റീത്ത ഒരുങ്ങുകയാണ് എന്ന് കാണാൻ സാധിക്കും. റീത്തയുടെ സമരങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനായിട്ട് നമ്മുടെ എൽസിയും എൽസിയുടെ സഹോദരങ്ങളുമുണ്ട് എന്നും കാണാം. എൽസിയാണെങ്കിൽ കണ്ണീര് കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരങ്ങളുടെ മനസ്സ് ഇളക്കി മറിക്കുന്നുണ്ട്. അവിടെ സഹോദരങ്ങളാണെങ്കിൽ സ്റ്റാലിനെ പാപ്പരാക്കണം, അവൻ്റെ ഒരു അഹങ്കാരമുണ്ട്, നെഗളിപ്പുണ്ട്, അതിനെല്ലാത്തിനും തിരിച്ചടി കൊടുക്കണം എന്നുള്ള ചിന്തയിലായതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സ്റ്റാലിനെ ഒരു തവണയെങ്കിലും തങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തിക്കണം, തോൽപ്പിക്കണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ അവർ കേട്ട പാതി കേൾക്കാത്ത പാതി റീത്തയുടെ മനസ്സ് ശുദ്ധിയൊക്കെ വിചാരിച്ചു കൊണ്ട് തന്നെ ഓടിപ്പാഞ്ഞ് സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. വലിയൊരു സംഘർഷം തന്നെ അവിടെ നടക്കുന്നുണ്ട് എന്ന് കാണാം. അതായത് റീത്തമ്മ പറയുന്നുണ്ട്, സ്വത്തുക്കൾ 4 ഭാഗം വയ്ക്കണമെന്നും 3 ഭാഗം തൻ്റെ സഹോദരിയുടെ പേരിലും കൂടാതെ മക്കളുടെ പേരിലും എഴുതി വയ്ക്കണമെന്നും, ബാക്കി നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ, താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ തന്നെ തിരിഞ്ഞു നോക്കാത്തവർക്ക് എഴുതി കൊടുക്കാൻ എനിക്ക് മനസ്സില്ല, സമ്മതമല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്തയുടെ സഹോദരൻ പറയുന്നുണ്ട്, അതെങ്ങനെ സ്റ്റാലി ശരിയാവുന്നേ, നീ നിൻ്റെ ഈ സ്വത്തുക്കളൊക്കെ നീ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നാൽ നിൻ്റെ മോൾക്ക് എഴുതി കൊടുക്കാനായിട്ട് പോവാണോ? അവൾ നിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ച് എല്ലാം അവൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കൊടുക്കാമെന്ന് നീ വിചാരിച്ചോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ സ്വത്തുക്കൾ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കാനായിട്ട് നിൽക്കണ്ട എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയെ ബലമായി തന്നെ മുദ്രപത്രത്തിൽ ഒപ്പിടിക്കാനായിട്ട് നോക്കുകയാണ് എന്ന് കാണാം. അതായത് സ്റ്റാലിയെ പാപ്പരാക്കി കഴിഞ്ഞാൽ, സ്റ്റാലിയെ റീത്ത അമ്മയുടെ കീഴിലാക്കി കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് സുഖമായിട്ട് അവനെ ചവിട്ടി മെതിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസവും ഒരു ബോധ്യവും അവർക്ക് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഈ ശ്രമം നടത്താൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇതേ സമയം അലീനയെ മുറിയിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ് സ്റ്റാലിൻ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും താൻ നേരിട്ടോളാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീന ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും വരുന്നില്ല കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സ്റ്റാലിനെ ബലപ്രയോഗത്തിലൂടെ ഒപ്പിടിക്കാനുള്ള പരിശ്രമം. അവതക്കുട്ടിയാണെങ്കിൽ ശ്രമിക്കുന്നുണ്ട് തടയാനായിട്ട്, പക്ഷേ അവതക്കുട്ടിയെയും അവർ ബലം പിടിച്ച് മാറ്റി നിർത്തുകയാണ് എന്ന് കാണാം. അപ്പോഴാണെങ്കിൽ ശബ്ദം കേട്ട്, വല്യപ്പച്ചൻ്റെ ശബ്ദവും നിലവിളിയും കേട്ട് അലീന മുറിയിൽ നിന്നും വരുമ്പോൾ അലീനയെ പിടിച്ച് പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ അലീന തൻ്റെ പപ്പയുടെ ഡോഗ്സിനെ വിളിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും. കൂടാതെ തന്നെ അലീനയാണെങ്കിൽ നമ്മുടെ റീത്തയെ തോക്ക് എടുത്ത് പേടിപ്പിക്കുന്നതും കാണാം. സ്റ്റാലിൻ്റെ തോക്കൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അത് അലീന കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയം പട്ടികളൊക്കെ വന്ന് അവരെ എല്ലാവരെയും കടിച്ച് കീറാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാം.
അവരിറങ്ങി ഓടാൻ നിൽക്കുമ്പോൾ വേറൊരു പട്ടി വാതിലിൻ്റെ അവിടെ വന്ന് നിന്നുകൊണ്ട് പറയും, അതായത് കടിച്ച് ഇങ്ങനെ കുരയ്ക്കാനായിട്ട് നിൽക്കുകയാണ്, കടിക്കാനും. ഇതേ സമയം ആകെ പെട്ട് നിൽക്കുകയാണവർ. അലീന പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നിങ്ങൾ താഴേക്ക് വരണം, ഞാൻ പറഞ്ഞാൽ ഇവരൊന്നും ചെയ്യില്ല എന്ന് പറയുന്നു. പപ്പയെ മാത്രമല്ല ഈ ഡോഗ്സ് തന്നെയും അനുസരിക്കുമെന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയം അവർ എല്ലാവരും അലീനയുടെ മുൻപിൽ നിൽക്കുകയാണ്. ഒടുവിൽ ഓരോരുത്തരെയായിട്ട് അലീന ചോദ്യം ചെയ്യാനായിട്ടൊരുങ്ങുന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് അലീന ചോദിക്കുന്നു. നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഒരു സഹോദരൻ പറയുമ്പോൾ ഞാനെങ്ങനെ പ്രശ്നമാവുന്നത്? ഇത് എൻ്റെ പപ്പയുടെ വീടല്ലേ. എൻ്റെ പപ്പയുടെ വീട്ടിൽ എന്നെ പപ്പ കൊണ്ടു നിർത്തിയതിൽ നിങ്ങൾക്കെന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെങ്ങാനുമാണോ കൊണ്ടു നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇനി നിങ്ങൾക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത സഹോദരൻ പറയുന്നുണ്ട്, നീ ഈ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വന്നതാണ്. ഈ സ്വത്തുക്കളൊക്കെ എൻ്റെ സഹോദരിയുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ എനിക്കും അതുപോലെ തന്നെ അവകാശമുണ്ട്. എൻ്റെ പപ്പയുടെ സ്വത്തുക്കൾ എൻ്റെയും സ്വത്തുക്കളാണ് എന്ന് പറയുകയാണ്. തുടർന്ന് അവസാന പ്രശ്നമായ അവസാന കണ്ണിയായ റീത്തയിലേക്ക് എത്തുകയാണ് അലീന. റീത്തയോട് ചോദിക്കുകയാണ്, അതായത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്ത് ആവശ്യകതയാണ് നിങ്ങൾക്കുള്ളത്? എന്തിനാണ് എൻ്റെ പപ്പയെ ജീവിതം തകർത്ത് ഒറ്റപ്പെടുത്തിയത്? നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് റീത്ത പറയുമ്പോൾ, എങ്കിൽ ഇവരെ ഇപ്പം പട്ടി കടിക്കും, പിന്നെ ജീവന് വേണ്ടി ഇവർ യാചിക്കേണ്ടി വരും എൻ്റെ മുൻപിൽ. നിങ്ങളിപ്പോൾ തുറന്നു പറയുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയം ഓരോ കാര്യങ്ങൾ റീത്തമ്മ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. തുടർന്ന് നിങ്ങൾക്ക് മാസവും ലക്ഷത്തിലധികം രൂപ ചെലവിനായിട്ട് തരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ റീത്ത ഉവ്വ എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ എൽസിക്കും മക്കൾക്കും അറിയില്ല, ഏതാണ്ട് ഭിക്ഷക്കാശ് മാത്രമേ തരുന്നുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ റീത്ത പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ സത്യം അറിയുന്ന എൽസി ആണെങ്കിൽ ആകെ ഞെട്ടുന്നുണ്ട്. ചേച്ചി ഇതുവരെ പറഞ്ഞത് ആകെ കുറച്ച് പൈസയെ തരുന്നുള്ളൂ എന്നാണല്ലോ, ഇപ്പോൾ ലക്ഷം രൂപയായോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പൈസ മാസവും പപ്പയുടെ നിന്ന് മേടിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ എന്ന് പറയുന്നു. ഒടുവിൽ റീത്തയുടെ കള്ളത്തരങ്ങളും ചതികളും എല്ലാവർക്കും മുൻപിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം അലീന വെളിപ്പെടുത്തി കഴിയുമ്പോൾ റീത്തയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് എന്ന് കാണാം.